ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വരാറായില്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ക്ലീനിങ് പരിപാടിയിലേക്ക് അങ്ങ് പോവാം. അതായത് പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാം, പോച്ചകളൊക്കെ കിളിച്ചിരിക്കുന്നത് അതൊക്കെ അങ്ങ് പറിച്ച് വൃത്തിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഭാഗത്താണ് എൻ്റെ ചെടികൾ നട്ട് വെച്ചിരിക്കുന്നത്. ചെടികളെന്ന് പറയാനായിട്ട് എനിക്ക് വലിയ ചെടികളൊന്നുമില്ല, ചെറിയ ചെറിയ കുറച്ച് 2-3 ചെടിച്ചട്ടികളേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം മണ്ണിൽ പിരിത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് ഞാൻ പണ്ടെങ്ങാണ്ടോ ഒരു വള്ളിമുല്ലയുണ്ടല്ലോ, അത് ഞാൻ കിളിപ്പിച്ച് വെച്ചായിരുന്നു. അപ്പം അതങ്ങ് കയറി അങ്ങ് കാട് കണക്കങ്ങ് കിളിച്ച് കുറേയൊക്കെ വെട്ടിക്കളഞ്ഞ്, പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ വെട്ടിക്കളഞ്ഞായിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ വള്ളിമുല്ല പടർന്ന് കിളിച്ച് കാട് കണക്കായി. അപ്പോൾ ഭയങ്കര വൃത്തിയുടെ കണക്കായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ചെറിയ ചെറിയ രീതിയിലുള്ള കാട്ടുചെടികളും കിളിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അതൊക്കെയായിരുന്നു എൻ്റെ പ്ലാന്. അതെല്ലാം വൃത്തിയാക്കി ഒന്ന് പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, ഒരു ഉമ്മയൊക്കെ തന്ന് പോകുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്ന എൻ്റെ ഉമ്മാൻ്റെ അടുത്താണ്. കാരണം ഉമ്മാൻ്റെ അടുത്ത് ഞാൻ പറയുമായിരുന്നു മോളെ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഞാൻ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മോളെ ഒന്ന് ശ്രദ്ധിക്കണം ഉമ്മ എന്ന് പറയുമായിരുന്നു. ഈ ഗേറ്റ് അടുത്താണ്, റോഡിൻ്റെ അടുത്താണ്. അപ്പോൾ ഗേറ്റ് തുറന്ന് ചിലപ്പോൾ പോവുമോ എന്നുള്ളൊരു പേടി കാരണമാണ് ഉമ്മാൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ഉമ്മ കുഞ്ഞിനെ നോക്കിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ അവിടുത്തെ ആ ഒരു സൈഡിലെ പോച്ചയൊക്കെ ഞാൻ പിച്ചിക്കളയും. അപ്പം വരുന്നില്ല, ഭയങ്കര പാടായിട്ടോ. അവിടെ നിറച്ചിരി കല്ലും മണ്ണും കൂടി ചേർന്നിട്ടുള്ളത് കൊണ്ട് വരാൻ ഭയങ്കര ഇച്ചിരി പാടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ പറിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് ചെടികൾ കുറവാണ്. പണ്ട് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ചെടികളൊക്കെ ഞാൻ ഇതാക്കും. കാരണം ആദ്യമൊക്കെ എനിക്ക് ചെടികളുണ്ടായിരുന്നു, നല്ല ചെടികളുണ്ടായിരുന്നു. പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയതിന് ശേഷം എനിക്ക് ചെടികളൊന്നും നോക്കാൻ പറ്റാതെ കുറേയൊക്കെ വാടിപ്പോയി എല്ലാം ആയി. അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ കുറേ ചെടികളൊക്കെ എൻ്റെ ബന്ധത്തിലുള്ളവർക്കൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ നോക്കുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും എനിക്ക് ആ ചെടിയിലോട് വീണ്ടും ഇൻട്രസ്റ്റ് വന്ന് ഞാൻ വീണ്ടും ചെടിപ്രാന്തായിട്ട് ഓരോ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ചെടികളൊക്കെ ഞാൻ വാങ്ങിക്കുമായിരുന്നു. അപ്പം വീണ്ടും ഞാൻ ആ ചെടിപ്രാന്തിലോട്ട് വീണ്ടും കടന്നു. ഇനിയിപ്പോൾ എനിക്ക് വീണ്ടും ചെടിച്ചട്ടികളൊക്കെ മേടിക്കണം, പുതിയ ചെടികൾ മേടിക്കണം, വല്ലവരുടെ വീട്ടിൽ നിന്ന് പിച്ചിക്കൊണ്ട് വരണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ ഈ റോസാപ്പൂവിനെ കണക്ക് കിളിക്കുന്ന, റോസാപ്പൂവിൻ്റെ കണക്കത്ത് ചെറിയ പൂ കിളിക്കുന്ന ചെറിയ പൂവായിട്ടാ. അത് 10 മണിയാണോ എന്തോന്ന് അറിഞ്ഞൂടാ, ആ ചെടി വെക്കുമ്പോഴത്തേക്കിനും പടർന്നങ്ങ് കിളിക്കും. നല്ല രസമായിട്ടാ പൂ കാണാൻ. അപ്പോൾ അതൊക്കെ ഞാനങ്ങ് പിച്ചി കളയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്ന കയറി വരുന്ന വാതിക്കയിൽ, ഞങ്ങളുടെ ഇപ്പുറത്തെ സൈഡ് കയറി വരുന്ന വാതിക്കയിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഈ കിണർ വരുന്നത്. അപ്പോൾ അവിടെ വലിയ രീതിയിൽ പുല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ കാട്ട് കണക്ക് പടർന്ന് കിടക്കുന്ന ഒരു ചെടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പിച്ച് കളയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിരുന്നു എനിക്ക് ആദ്യം പ്ലാൻ ചെയ്തത് ചെടി വെക്കാമെന്ന്, അതായത് ഈ കിണറ്റിൻ്റെ ബാക്കിലത്തെ ഭാഗത്ത്. പിന്നെ വിചാരിച്ചാൽ അത് ഭയങ്കര ബോറായിരിക്കും, എന്നാൽ പിന്നെ അവിടെ വേണ്ട. പിന്നെ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് കിട്ടിയ പ്ലാനാണ് എനിക്ക് ഈ ഒരു സൈഡിൽ ചെടി വെക്കാം, കിണറ്റിൻ്റെ ഭാഗം. ഇത് കണ്ടിട്ട് ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് പറയട്ടെ, മര്യാദയ്ക്ക് കിണറ്റിൻ്റെ അടുത്തുനിന്ന് എൻ്റെ ചെടികളെല്ലാം മാറ്റിക്കോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വന്ന് കണ്ടിട്ട്. അങ്ങനെ ആ ഒരു ഭാഗത്തെ കുറേ ആലോചിച്ച് എവിടെ വെക്കണമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു ഈ ഭാഗത്ത് തന്നെ എന്നാൽ ചെടി വെക്കാം എന്ന്. പിന്നെ ഈ ഒരു ചെടി ഞാൻ ഇവിടുന്ന് മാറ്റുന്നതെന്ന് വെച്ചാൽ മറ്റേ ഭാഗമുണ്ടല്ലോ കിണറിൻ്റെ, ഈ ഭാഗത്ത് ഞാൻ കുരിശിടാന്ന്. പക്ഷേ ഭയങ്കര പാടായിരുന്നു കേട്ടോ, കാരണം അവിടെ മൊത്തം കല്ലായിരുന്നു. ഇവിടെ പുല്ല് കിളിച്ചാലും നമുക്ക് ഭയങ്കര പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ കല്ലും മണ്ണും കൂടി മിക്സ് ചെയ്തതുകൊണ്ട് ഭയങ്കര പാടാണ്. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ ശക്തിയെല്ലാം കൊടുത്ത് ഞാൻ അവിടെ നട്ട് വെച്ചു. പിന്നെ ഇതൊരു കാക്കപ്പുള്ളി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അടുക്ക റോസ കണക്കത്തെ ഒരു റോസാപ്പൂ കണക്കത്തെ ഒരു ചെടി, പക്ഷെ അത് റോസാ ചെടിയല്ല, റോസാപ്പൂവിന് കണക്ക് ഞാൻ പറയുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആ ചെടിയുടെ പേരറിഞ്ഞുകൂടാത്തതാണ്, മണമൊന്നുമില്ല, പക്ഷെ ഭംഗിയാട്ടോ. പൂ ഇങ്ങനെ കിളിച്ച് നിൽക്കാൻ നല്ല ഭംഗിയാണ്. പണ്ട് കൊറോണ സമയത്തായിരുന്നു ഈ ചെടിയൊക്കെ ഭയങ്കര ആർക്കും വേണ്ടാതെ വെച്ചിരുന്ന ചെടി ഇതൊക്കെ. അപ്പം ഇപ്പം അത് ഭയങ്കര ട്രെൻഡാണ്, പൂ വിളിക്കുന്നത് കാരണം നല്ല ട്രെൻഡാണ്. അപ്പം അത് ഞാനിവിടെ നട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അതിപ്പം നട്ട് വെക്കുമ്പോൾ കാണാൻ ഭംഗിയില്ലെങ്കിലും അത് പൂ വിളിച്ച് വരുമ്പോൾ നല്ല രസം കേട്ടോ കാണാൻ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡത്തെ ഭാഗം. ഇത്രയും ചപ്പ് എന്താണെന്ന് വെച്ചാൽ
ഞങ്ങളുടെ ആ വീട്ടിൻ്റെ അപ്പുറത്ത് പേരയ്ക്ക മരമുണ്ട്. അപ്പോൾ പേരയ്ക്ക മരത്തിൻ്റെ ഈ എല്ലാ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, മറ്റേ കരിയിലയൊക്കെ ഞങ്ങളുടെ വീട്ടിലാണ് വരുന്നത്. അപ്പോൾ അതാണ് അവിടെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഉമ്മ ചിലപ്പം തൂത്തിട്ട് അവിടെ കൂട്ടി വെക്കും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മാറ്റി കളയുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ പുല്ലുണ്ടായിരുന്നു, ആ പുല്ലും എല്ലാം ഞാനിങ്ങനെ ഇവിടുത്തെ പുല്ലെന്ന് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് പിരുത്ത് വരും. മറ്റേത് കണക്കല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, കല്ലൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര പാടാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ പോർഷനാണ്. ഇവിടെയാണ് ഇക്കാൻ്റെ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് വരുന്നത്. അതാണ് സാധനങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ ഉമ്മ രാവിലെയും വൈകുന്നേരം തൂക്കുന്നത്. അപ്പോൾ ഈ കരിയില ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ പുല്ല് കണക്ക് ഇങ്ങനെയൊക്കെ കരിയില കണക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ ലാസ്റ്റ് ജോലികളെല്ലാം കഴിഞ്ഞു. പുറത്തെ ജോലികളെല്ലാം ഒരുവിധം എല്ലാം കഴിഞ്ഞായിരുന്നു. ഇനി ചെടിക്ക് വെള്ളം ഒരിക്കലും മാത്രമേ ഉള്ളായിരുന്നു. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നേരം വൈകിയായിരുന്നു. കാരണം ഞാൻ ഒരു 3-3:30 ആയപ്പോൾ തുടങ്ങിയതായിരുന്നു. ഇപ്പം തന്നെ ഒരു 5-5:30 ആയി. അപ്പം ഇനി അകത്തെ ജോലിയാണ്. അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല, എന്നാലും ഒരു അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. ചായ കുടിച്ച കപ്പും പിന്നെ മോള് കളിപ്പാട്ടങ്ങൾ എടുത്ത് വെച്ചതും പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചതും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പം പിന്നെ കസാരകളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നത്. അതെന്താണെന്ന് വെച്ചാൽ കസാര ഇപ്പോൾ ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. മോള് കസാരയുടെ മണ്ടയിൽ കയറിയിട്ട് ടേബിളിൻ്റെ മണ്ടയിൽ കയറി ഇരുന്ന് ഡാൻസ് കളിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടി വിയിലൊക്കെ പിടിച്ച് വലിക്കും. അതുകൊണ്ട് ഞാൻ കസാര ഇപ്പം ടേബിളിൻ്റെ അടുത്ത് വെക്കാതെ മാറ്റിയാണ് വെക്കുന്നത്. അങ്ങനെ പിന്നെ പെര തൂക്കാനുള്ള ഇതേ ഉള്ളായിരുന്നു. ഇപ്പം എൻ്റെ മോൾ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം മോൾക്ക് ചൂല് ഞാൻ തൂക്കുമ്പോൾ അപ്പം ചൂല് വേണം. അതുകൊണ്ട് പിന്നെ റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടന്നായിരുന്നു. അപ്പം ഒതുക്കാനായിട്ട് വലുതായിട്ടില്ലായിരുന്നു, ജസ്റ്റ് തൂത്താൽ മതിയായിരുന്നു. പിന്നെ പാത്രങ്ങൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഉച്ചക്കലത്തെ പാത്രം ഞാൻ സാധാരണ കഴുകി വെക്കാറാണ് പതിവ്. പക്ഷെ ഇന്ന് ഞാൻ മടിച്ചങ്ങ് നിന്ന് കേട്ടോ. അതുകൊണ്ടാണ് ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കുക, പിന്നെ മോൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കുക, അതൊക്കെ ഉള്ളു. അപ്പം വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.